അതിനിപ്പോ എന്നെ പറ്റി ആരെന്ത് മോശം പറയാനാണ്? അയ്യോടോ ആരൊന്നും പറയില്ലട്ടാ. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. വ്യക്തത ഉള്ളത് കൊണ്ടാണ് സത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. താനൊരു വൃത്തികെട്ടവനാണെന്ന് എനിക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ച് പറയും. മുഖ്യ അഭിനേതാവിന്റെ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് ഈ യുവതിനെ സെറ്റ് ഞാൻ കാണുന്നത്. ഈ കോംബോ ഒരു എവർഗ്രീൻ ഹിറ്റ് ആവുമെന്ന് കുഞ്ചുവിനെ പോലെ തന്നെ ഞങ്ങളും അടിയുറച്ച് വിശ്വസിച്ചു. അങ്ങനെ കളമശ്ശേരിയിൽ നിന്നാണ് ഈ യുവതിനെ, ഈ അഭിനേതാവ്, നമ്മുടെ സിനിമയിലെ മുഖ്യ അഭിനേതാവ്, എനിക്ക് അതായത് സെറ്റിൽ ഈ യുവതി കാണാൻ വന്നിട്ടുണ്ട്. വളരെ നല്ല സുഹൃത്തുക്കളാണ്, ഒരു ചിരിച്ചു കളിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അത് രണ്ടാമതും നടന്നു, മൂന്നാമതും നടന്നുകൊണ്ടേയിരുന്നു. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തി ഈ യുവതിൻ്റെയും അതുപോലെ തന്നെ ഈ സിനിമയിലെ പ്രധാന മുഖ്യ നടനായിട്ടുള്ള വ്യക്തിൻ്റെയും ചാറ്റുകൾ, അതായത് ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ ഒരു സാധനം ആദ്യം സ്റ്റോർ ഇടുന്നത്, അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിച്ചേക്കാണ്. അതായത് ഈ നടന് വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇയാൾ ഇത്രക്കാരാണെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞ പട്ടാപകലും എനിക്ക്. നേതാവിന്റെ മാനേജർ ഇന്നോട് കാര്യം പറയുന്നു, ഇത്ര പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇത് ഞാൻ പോയിട്ട് എൻ്റെ കാസറ്റിനോട് പറയുന്നു, എൻ്റെ കാസറ്റ് ഇത് പറയുന്നു, ഇത് പോയിട്ട് ഞാൻ അഭിനേതാവിന്റെ മാനേജറോടും പറയുന്നു. ഈ പണിയാണ് ഞാൻ ഇതിൽ എനിക്ക് ചെയ്തു പോകേണ്ടി വന്നതിന്റെ ഒരു തെറ്റ്. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥ. പൈസ വാങ്ങി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ വിഷ്വൽസ് ഫുള്ള്, പ്രൈവറ്റ് വിഷ്വൽസ് ഫുള്ള് അയച്ചു കൊടുത്ത യുവതി ഇങ്ങളെ കണ്ണിൽ കുറ്റക്കാരിയല്ല. പൈസ കൊടുത്ത് ഇത് ഒത്തുതീർപ്പാക്കിയ അഭിനേതാവിന്റെ മാനേജർമാരോ ഇങ്ങളെ കണ്ണിൽ കുറ്റക്കാരിയല്ല. എന്താണ് യുവതിയും എൻ്റെ കാസറ്റ് ഉദ്ദേശിച്ചതും ഇത് എന്തൊക്കെ നടന്നതുകൊണ്ടായിരിക്കും ഈ നടൻ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി 25 ലക്ഷം സ്പോട്ടിൽ, അതായത് അന്നേ ദിവസം തന്നെ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയെന്നുള്ളതും ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നേക്കും. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഫോൺ ഹാജരാക്കി ഇതേപോലെ അഭിനേതാവും ഈ യുവതിയും എല്ലാവരും, ഈ ഹക്കീമും എല്ലാവരും അവരുടെ ഫോൺ കോളുകളും സംഭവങ്ങളും മെസ്സേജുകളും ഹാജരാക്കാൻ അവിടെ റെഡി ആകുമ്പോൾ ആരാണ് കുറ്റം ചെയ്തവർ, ആരാണ് പൈസ വാങ്ങിയത്, പൈസ വാങ്ങിയതിന്റെ റീസൺ എന്താണ്, പൈസ കൊടുക്കാനുള്ള റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് നാളെ പുറത്തു വരും. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. എന്തിന് നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ.